അടുത്ത ആറാമത്തെ പ്രോബ്ലം ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എടുത്തായിരുന്നു 5 വരെ എടുത്തായിരുന്നു. ഇതെടുത്ത് 6 എടുത്തായിരുന്നു. 7ാമത്തെ പ്രോബ്ലം. നെക്സ്റ്റ് 7ാമത്തെ പ്രോബ്ലത്തിൽ a convergent divergent nozzle is designed to expand. Convergent divergent nozzle ആണ്, CD nozzle ആണ്. Expand in which a pressure is 800 kilopascal ആണ്. Then temperature 40 degree ആണ്. അപ്പോൾ kilopascal ബാർ ആക്കി മാറ്റണം, 40 degree Kelvin ആക്കി മാറ്റണം. Given Mach number of 2.5, throat area is 25 centimeter square. Throat area പറയും 25 cm. Find the mass flow rate, exit area, and normal shock wave appears at a section where the area is 40 centimeter square. Determine the pressure and temperature at exit. നോക്കാനാണ്. അപ്പോൾ ആദ്യം കൺവേർജന്റ് ഡൈവേർജന്റ് നോസിൽ ഇസ് ഡിസൈൻഡ് ടു എക്സ്പാൻഡ് എയർ ഫ്രോം എ റിസർവോയർ. അപ്പോൾ നോക്കുക, എയർ ഫ്രോം എ റിസർവോയർ ഞാൻ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞായിരുന്നു. റിസർവോയർ ടോട്ടൽ പ്രഷർ, ടോട്ടൽ ടെമ്പറേച്ചർ, അതിൽ ആംഫിയൻ ടെമ്പറേച്ചർ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ടു ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇതിൽ നോക്കുക, സ്റ്റാഗ്നേഷൻ പി നോട്ട് ആൻഡ് പി നോട്ട് തന്നിട്ടുണ്ട് 800 kPa, അതായത് എക്സ്പാൻഡഡ് ഫ്രം റിസർവോയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റിസർവോയർ ആകുമ്പോൾ 800 kPa ആകുമ്പോൾ 8 ബാർ. അതേപോലെ ടെമ്പറേച്ചർ 40 degree ആണ്, 13 Kelvin. അടുത്ത അതിൻ്റെ ടെമ്പറേച്ചർ ഗിവ് എ മാക് നമ്പർ ഓഫ് 2.5. മാക് നമ്പർ 2.5. The throat area 25 centimeter square. So throat area തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് പ്രോബ്ലം ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ അപ്പം ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ മാസ് ഫ്ലോ റേറ്റ്, ഏരിയ ആൻഡ് P2 and T2 when the shock appears the exit. Give a Mach number of 2.5. Find the mass flow rate when the normal shock. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, ദെൻ ഏരിയ ഉണ്ട്, A2 ഉണ്ട്. അപ്പം ആദ്യം ഐസെൻട്രോപിക് ടേബിളിലോട്ട് പോവുക. M2 = 2.5, ഗാമ 1.4. അപ്പം കൺവേർജന്റ് ഡൈവേർജന്റ് നോസിൽ എന്ന് പറഞ്ഞിട്ട് എയർ ആണ് പറയുന്നത്. സോ എയർ ആയതുകൊണ്ട് ഗാമ 1.5 R287, അല്ലെങ്കിൽ M2 = 2.5, ഗാമ 1.4 എടുത്ത് T2/T0 കണ്ടുപിടിക്കുക. അതേപോലെ P2/P0 കണ്ടു. അപ്പോൾ ഇതിൽ T0 B0 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് T2 P2 കിട്ടും. T2 B2 കിട്ടി. A2/A* തന്നിട്ടുണ്ട്. അപ്പോൾ A2/A* എന്നുള്ള വാല്യൂ, അതായത് ഗ്യാസ് ടേബിളിലോട്ട് പോവുക. ഗാമ 1.4, M2 2.5 നോക്കുക, ഇതാ അടക്കണം. M2 2.4, ഗാമ 1.4. ഇത് ഐസെൻട്രോപിക് ടേബിളിലോട്ട് പോവുക. പോയ ശേഷം അതിൽ T/T0, P/P0, A/A*, ഈ 3 വാല്യൂസ് എടുക്കുക. കാര്യം A* വാല്യൂ തന്നിട്ടുണ്ട്, ത്രോട്ട് ഏരിയ. അതിൽ നിന്ന് A2 കണ്ടുപിടിക്കാം. P/P0 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് P2 ആൻഡ് T/T0 T2 കണ്ടുപിടിക്കുക. അപ്പം അതിൽ T2 P2 ആൻഡ് A2 കിട്ടും. അപ്പം നമുക്ക് വേണ്ടതെന്നാണ് മാസ് ഫ്ലോ റേറ്റ് ആണ് വേണ്ടത്. മാസ് ഫ്ലോ റേറ്റിന്റെ ഫോർമുല M = ρA0 A1 C1 ρ2 A2 C2 എന്നാണ് ഫോർമുല. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാം. M = എല്ലാത്തിൻ്റെ എക്സിറ്റ് അറിയാം നമുക്ക്. അപ്പോൾ P2/RT2 A2 M2 A2. റോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ P/RT ആണല്ലോ. അപ്പോൾ P2/RT2, P2 അറിയാം, T2 അറിയാം, R287 ആണ്. A2 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 6.59 × 10⁻³ മാക് നമ്പർ അറിയാം. ഏരിയ A2 = √Γ ആണ്. ഇത് ആരാത് നേരത്തെ എൻ്റർ ചെയ്തോളെ വൈശാഖ്. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് നോക്കുക, അതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. P2ന്റെ വാല്യൂ എന്താണ്? 0.46 × 10⁻⁵ ആണ്, Nm/m²ആക്കുക. അതിനുശേഷം 287 ടെമ്പറേച്ചർ കെൽവിനിലാക്കി ഏരിയ കണ്ടുപിടിച്ചു. അതിനുശേഷം മാക് നമ്പർ 2.5 √Γ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് കിട്ടും. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഏരിയ റിലേറ്റഡ് ഫോർമുല വരിക. അടുത്ത എക്സിറ്റ് ഏരിയ കണ്ടുപിടിച്ചു, മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നോർമൽ ഷോക്ക് അപ്പിയേഴ്സ് അറ്റ് എ സെക്ഷൻ AX = 40 × 10⁻³ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ നോർമൽ ഷോക്ക് വേവ് അപ്പിയേഴ്സ് അറ്റ് എ സെക്ഷൻ വേറെ ഏരിയ = 40 cm² എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോക്ക് വരുമ്പോഴുണ്ടാകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 40 cm² ഏരിയയിലാണ് ഷോക്ക് നമുക്ക്
കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എ എക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എ എക്സ് കിട്ടി. എ എക്സ് ബൈ എ എക്സ് സ്റ്റാർ എന്നുള്ള റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ സ്റ്റാർ നമുക്ക് ആൾറെഡി അറിയാം എന്താണ് ത്രോട്ടിന്റെ ഇതാണ്, അത് നമുക്ക് ആൾറെഡി അറിയാം. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിൽ നിന്ന് എ എക്സ് ബൈ എക്സ് സ്റ്റാർ എന്നുള്ള റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ എക്സ് ബൈ എക്സ് സ്റ്റാർ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ 14 അതിൽ നിന്ന് 1.6 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പം അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടുപിടിക്കുക, ഡിറ്റൈൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആയിട്ട് എക്സിറ്റ് P2 ആൻഡ് T2 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏരിയ റേഷ്യോ വെച്ചിട്ട് മാക് നമ്പർ കണ്ടുപിടിക്കുക. അപ്സ്ട്രീം, അതായത് നോർമൽ ഷോക്ക് അപ്പിയർ ആവുന്ന ആ ഏരിയയുടെ മാക് നമ്പർ എത്രയെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഐസെൻട്രോപിക് ടേബിൾ മാത്രമേ ഏരിയ റേഷ്യോ കിട്ടത്തുള്ളൂ. അപ്പൊ ഐസെൻട്രോപിക് ടേബിളിലോട്ട് പോയ ശേഷം അവിടെ നിന്ന് നമുക്ക് ഏരിയ എ എക്സ് ബൈ എ എക്സ് സ്റ്റാർ എന്നുള്ള വാല്യൂ 1.6, ഗാമ 1.4 പോയി അപ്സ്ട്രീം എപ്പോഴും ആൾവേസ് ഗ്രേറ്റർ ദാൻ 1 എടുക്കാവൂ. ഡൗൺ സ്ട്രീം ആണെങ്കിൽ ലെസ് ദാൻ 1 എടുക്കുക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം അപ്സ്ട്രീം ആയതുകൊണ്ട് എം ഗ്രേറ്റർ ദാൻ 1 ഉള്ള വാല്യൂ എ എക്സ് ബൈ എക്സ് സ്റ്റാർ നോക്കാം. എ എക്സ് ബൈ എക്സ് സ്റ്റാർ നേരെ 1.6, ഗാമ 1.4, എ ബൈ എ സ്റ്റാർ 1.6 അതായിരിക്കും 1.606. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 1.94 എന്ന് കിട്ടും. അപ്പൊ മാക് നമ്പർ നമുക്ക് എത്ര 1.94 കിട്ടി. ഇത് ലെസ് ദാൻ എടുക്കാൻ പാടില്ല, കാര്യം ഇത് എം എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എം വൈ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എടുക്കായിരുന്നു. അപ്പൊ മാക് നമ്പർ കിട്ടി. ഇനി മാക് നമ്പർ എം എക്സ് കിട്ടിയെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എം എക്സ് ഈസ് ഈക്വൽ ടു 1.94 ഗാമ 1.4 ബൈ നോർമൽ ഷോക്ക് വേവ് ടേബിളിലോട്ട് പോകുക. നോർമൽ ഷോക്ക് വേവ് ടേബിളിൽ പോയി എം വൈയും പി നോട്ട് വൈ ബൈ പി നോട്ട് എക്സും കണ്ടുപിടിക്കുക. അതായത് എം വൈയും, അതായത് എം എക്സ് ഇസിൽ 1.94 നോക്കാം. ഇതിൽ 1.94 ഇതായിരിക്കും. 1.94 നേരല്ല എം ഒ എത്ര 0.588. അതേപോലെ പി വൈ ബൈ ബി എക്സ് 4.224. ഇത് രണ്ടും നമ്മൾ എടുക്കുക. എടുത്ത ശേഷം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം ഒയും ബി വൈ ബൈ പി നോട്ട് വൈ ബൈ പി നോട്ട് എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അതിൽ നിന്ന് പി നോട്ട് എക്സ് ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് പി നോട്ട് വൈ കിട്ടും. ഇനി നമുക്ക് നോക്കുക, ഈ ഏരിയ റിലേറ്റഡ് പ്രോബ്ലംസ് വരുമ്പോൾ ഈ ഫോമുല നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് ഈ ഫോമുല നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചേക്കുക. A2 ബൈ A2 സ്റ്റാർ. ഇത് 2 ഏരിയ വരെയാണെങ്കിലും 3 ഏരിയ വരുമ്പോൾ അടുത്ത ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പൊ A2 ബൈ AY സ്റ്റാർ എന്നുള്ള ഈ ഫോമുല പഠിച്ച് വെക്കുക. അതിന്റെ ഫോമുല എന്ന് പറഞ്ഞാൽ A2 ബൈ AY സ്റ്റാർ എന്ന് പറഞ്ഞാൽ A2 ബൈ AY സ്റ്റാർ തന്നെ AY ബൈ AX എന്ന് മൾട്ടിപ്ലൈ ചെയ്യും. A2 ബൈ ഇതിനെ ക്രോസ് ആയിട്ട് ചെയ്ത് ഇങ്ങനെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. A2 ബൈ AY സ്റ്റാർ എന്നുള്ളതിനെ A2 ബൈ AY സ്റ്റാർ എന്നുള്ളത് ക്രോസ് ആയിട്ട് ചെയ്ത് AY ബൈ AX എന്ന് എഴുതുക. AYയും AXും ഈക്വൽ ആണ്. അതായത് ഏരിയ അറ്റ് നോർമൽ ഷോക്ക് അപ്പിയർ ചെയ്യുന്നതും എക്സിറ്റുള്ള ഷോക്കുള്ളത് 2 ഏരിയയും ഈക്വൽ ആണ്. അപ്പം അത് വെച്ച് നമുക്ക് A2 ബൈ AXും AY ബൈ AY സ്റ്റാറും നമ്മൾ AY ബൈ AY സ്റ്റാർ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു. ഐസെൻട്രോപിക് ടേബിളിൽ പോയിട്ട് എം വൈ സിയിൽ 0.588 പോയി ഗാമ 1.4 പോയി AY ബൈ AY സ്റ്റാർ 1.2 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A2 നമുക്ക് ആൾറെഡി അറിയാം, AX ആൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് A2 ബൈ AY സ്റ്റാർ കിട്ടും. ഈ A2 ബൈ AY സ്റ്റാർ നേരെ ഐസെൻട്രോപിക് ടേബിളിൽ പോയിട്ട് ഐസെൻട്രോപിക് ടേബിൾ A2 ബൈ AY സ്റ്റാർ ഇട്ട് ഗാമ 1.4 നേരെ നമ്മൾ P2 ബൈ P നോട്ട് വൈയും T2 ബൈ T നോട്ട് വൈയും കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച ശേഷം അതിൽ നിന്ന് P2ഉം T2ഉം കിട്ടും. P നോട്ട് വൈയും T നോട്ട് വൈയും നമുക്ക് ആൾറെഡി അറിയുന്ന കാര്യമാണ്. അതിൽ നിന്ന് കിട്ടും. അതായത് ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന ഡ്രോയിങ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് ഷോക്ക് നടക്കുന്നത് എം എക്സ് അപ്സ്ട്രീം എപ്പോഴും എം ഗ്രേറ്റർ ദാൻ 1 എടുക്കുക. ഡൗൺ സ്ട്രീം അതായത് ആഫ്റ്റർ ഷോക്ക് എപ്പോഴും എം ലെസ് ദാൻ 1 എടുക്കുക. അപ്പൊ നോസിൽ ഇതാണ് ഷോക്ക് നടക്കുന്ന സ്ഥലമാണ് ടെസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പുതിയൊരു കാര്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏരിയ റേഷ്യോ ആണ്. ഈ A2 ബൈ AY സ്റ്റാർ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. A2 ബൈ AY സ്റ്റാർ A2 ബൈ AY സ്റ്റാർ തന്നെയാണ് ഇൻറ്റു AY ബൈ AX ക്രോസ് ആയിട്ട് എഴുതുക. എന്നിട്ട് ആ വാല്യൂസ് എഴുതി ആ വാല്യൂവിന് A2 ബൈ നമുക്ക് വേണ്ട എക്സിറ്റ് ആണല്ലോ. അപ്പൊ A2 ബൈ AY സ്റ്റാറിന് നേരെയുള്ള ഐസെൻട്രോപിക് ടേബിൾ പോയി അതിന്റെ എന്ത് കണ്ടുപിടിക്കുക, പ്രഷറും ടെമ്പറേച്ചറും കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിറ്റർമിൻ ദി പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആറ്റ് എക്സിറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നേരെയുള്ള A2 ബൈ AY സ്റ്റാറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ?
അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 പ്രാവശ്യം ഐസെൻട്രോപിക് ടേബിളും അതിലും മാറി മാറി പോകണം. ആദ്യം നമ്മൾ നോക്കുക CD നോസിൽ ടു എക്സ്പാൻഡ് എയർ ഫ്രം. ഇപ്പോൾ ഇതിൽ വായിച്ച് നോക്കുക, ആദ്യത്തെ എയർ മാസ് ഫ്ലോ റേറ്റ് എക്സിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക നേരത്തെ ചെയ്ത പ്രോബ്ലം വെച്ചിട്ട്. റിസർവോയർ ആയതുകൊണ്ട് ഈ കൺസിഡർ ആസ് എ റിസർവോയർ P0 T0 കണ്ടുപിടിക്കുക. M2 തന്നിട്ടുണ്ട്, A സ്റ്റാർ AXും തന്നിട്ടുണ്ട്. ഏരിയ റേഷ്യോ എന്നുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ആദ്യം ഐസെൻട്രോപിക് ടേബിൾ പോയി എക്സിറ്റ് ടെമ്പറേച്ചറും എക്സിറ്റ് പ്രഷറും എക്സിറ്റ് ഏരിയയും കണ്ടുപിടിക്കുക. അത് എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഐസെൻട്രോപിക് M2 2.5 ഗാമ 1.4 നേരെ പോയിട്ട് T2/T0 P2/P0 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി അടുത്തത് MEC റോ AC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ MEC റോ സ്റ്റാർ P2/A2 M2 A2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കിട്ടും. നോർമൽ ഷോക്ക് അപ്പിയർ ചെയ്യുന്നത് AX/X സ്റ്റാർ എന്നുള്ള ആ ഏരിയയിലാണ്. അപ്പോൾ AX/X സ്റ്റാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1.6 കിട്ടും. അതിന് നേരെയുള്ള MX കണ്ടുപിടിക്കുക. അതിനുശേഷം MX വെച്ചിട്ട് നോർമൽ ഷോക്കിൽ പോയിട്ട് MOയും P0/P0x കണ്ടുപിടിക്കുക. അതിനുശേഷം വീണ്ടും MO വെച്ചിട്ട് എക്സിറ്റിലുള്ള ഏരിയ AY/AY സ്റ്റാൻഡേർഡ് റേഷ്യോ കണ്ടുപിടിക്കുക. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. A2/AY സ്റ്റാർ A2/AX ഇൻറ്റു AY/AY സ്റ്റാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ 1.977 കിട്ടും. അതിന് നേരെയുള്ള എക്സിറ്റ് കിട്ടും. എക്സിറ്റിന്റെ പ്രഷറും ടെമ്പറേച്ചറും കിട്ടും. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ പ്രോബ്ലമാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഏരിയ റേഷ്യോ. ഇത് മനസ്സിലായോ എല്ലാവർക്കും? അജയ്, പ്രണവ്, മനസ്സിലായോ? നോക്കിയായിരുന്നോ? ഇതാണ് ഇത് ഷോക്ക്. ഇത് AX/X സ്റ്റാർ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് MX കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതായത് അവർ ഏരിയ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഐസെൻട്രോപിക് ടേബിളിൽ പോയി ഷോക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് MX കണ്ടുപിടിച്ചാലേ നമുക്ക് MO കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. MO കണ്ടുപിടിച്ചാലേ നമുക്ക് എക്സിറ്റുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതെല്ലാം ലിങ്ക്ഡ് ആണ്. ഇപ്പൊ AX/X സ്റ്റാർ കണ്ടുപിടിച്ചാലേ നമുക്ക് MX കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. MX എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഷോക്ക് എപ്പോഴാണ് നടക്കുന്നത് അതിന്റെ മാക് നമ്പർ. അതിനുശേഷം MX വെച്ചിട്ട് MO കണ്ടുപിടിക്കും. നോർമൽ ഷോക്ക് ടേബിളിൽ പോയിട്ട് MO വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള എക്സിറ്റിലുള്ള ഏരിയാസും എല്ലാം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ചെയ്ത് നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ഇതും അതേപോലെ 2-3 ടൈപ്പ് ഓഫ് ഏരിയ ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ഇതിൽ ഏറ്റവും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന പാർട്ട്. ആ ഫോമുല നിങ്ങൾ കാണാൻ പഠിക്കേണ്ടി വരും. അത് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകും. അടുത്ത പ്രോബ്ലം ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. CD again convergent divergent nozzle air as an exit to throat area ratio 3 ആണ്. exit to throat area ratio നോക്കിയോളൂ. A2/A സ്റ്റാർ. എക്സിറ്റ് ടു ത്രോട്ട് ഏരിയ കറക്റ്റ് ആയിട്ട് അത് എടുത്ത് അറിഞ്ഞിരിക്കണം. എക്സിറ്റ് ഏരിയ ടു ത്രോട്ട് ഏരിയ A2/A സ്റ്റാർ ആണ് പറയുന്നത്. 3 എന്ന് പറയും. നോർമൽ ഷോക്ക് അപ്പിയേഴ്സ് എ ഡൈവർജന്റ് സെക്ഷൻ. കൺവർജന്റ് ഡൈവർജന്റ് സെക്ഷൻ വേർ ദ എക്സിസ്റ്റിംഗ് ഏരിയ റേഷ്യോ ഈസ് 2.2. എക്സിറ്റിംഗ് ഏരിയ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അത് 2.2. ഫൈൻഡ് ദ മാക് നമ്പർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷോക്ക് വേവ്. ബിഫോർ ആഫ്റ്റർ ഉള്ള MX MO കണ്ടുപിടിക്കും. ഇൻലെറ്റ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്. ഇൻലെറ്റ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ എന്തെടുക്കും? പ്രഷറും ടെമ്പറേച്ചറുമാണ് എടുക്കാനുള്ളത്. പ്രഷറും ടെമ്പറേച്ചറാണ്. പ്രഷർ 500 kPa, മറ്റേ 5 bar ആവും. 450 Kelvin ടെമ്പറേച്ചർ. P0 T0 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് അറ്റ് എയർ അറ്റ് എക്സിറ്റ് P2 T2 എൻട്രോപ്പിയും ചോദിച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എക്സിറ്റ് ടു ത്രോട്ട് ഏരിയ റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? A2/AX സ്റ്റാർ ആണ് എക്സിറ്റ് ത്രോട്ട് ഏരിയ റേഷ്യോ. സെക്കൻഡ് പറഞ്ഞേക്കുന്നത് AX/AX സ്റ്റാർ ആണ്. അതെന്താണ്? ഡൈവേർജന്റ് സെക്ഷൻ വേർ ദ എക്സിസ്റ്റിംഗ് ഏരിയ റേഷ്യോ എന്ന് പറയാം. അപ്പോൾ അതാണ് AX/AX സ്റ്റാർ എന്ന് പറയുന്നത്. അത് 2.2. ഈ രണ്ട് നോക്കി വെച്ചേക്കുക. എക്സിറ്റ് ത്രോട്ട് ഏരിയ, എക്സിസ്റ്റിംഗ് ഏരിയ, ഇപ്പോൾ ഉള്ള നോർമൽ ഷോക്ക് ഇരിക്കുന്ന ഏരിയ AX/AX സ്റ്റാർ ആണ്. അതെന്ന് പറഞ്ഞാൽ 2.2. P0 T0 തന്നിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിന്റെ പ്രഷറും ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കും, MX MY P2 T2 C2 ഡെൽറ്റ എസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്കപ്പോൾ എന്താണ് ഈ എക്സിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ AX/X. നമ്മൾ നേരത്തെ AX-ഉം AX* സെപ്പറേറ്റ് തന്നായിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ AX/AX* വെച്ചിട്ടാണ് നമുക്ക് MX കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ MX അതാണ്. ശ്രീജിത്ത് മനസ്സിലായ ഈ AX/AX*? MX കിട്ടിയാലേ നമുക്ക് MY കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം AX/AX* ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ 2.213 ആൻഡ് ഗാമ 1.4 വെച്ചിട്ട് MX കണ്ടുപിടിക്കും. എവിടെ പോയി? ഐസെൻട്രോപിക് ടേബിൾ വേണം കണ്ടുപിടിക്കും നമ്മൾ. അപ്പം AX/AX* നോക്കുക, അത് ഗ്രേറ്റർ ദാൻ 1 എടുക്കുക. കാര്യം എന്താണ്? എക്സ് ആണ്, എക്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ആണ്. MY ആണെങ്കിൽ നമ്മൾ ലെസ് ദാൻ നോക്കും, ഇത് ഗ്രേറ്റർ ദാൻ നോക്കും. ഇതിൽ A/A* നമുക്ക് എത്ര? 2.2. അപ്പൊ ഇവിടെ പോയി 2.2 തപ്പും. 2.213 ഇത് അടക്കുന്നു. A/A* 2.213, 2.31 ആണ് അതിന്റെ ഇത്. അപ്പം ഒരു മിനിറ്റ്. അപ്പൊ ഇതില് AX/AX* 2.213 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ 2.213ക്ക് നേരെയുള്ള ഇത് MX വാല്യൂ 2.31 കിട്ടും. ഓക്കെ, നമ്മൾ അതിൽ നേരെ പോയി 2.31 എന്ന് പറഞ്ഞ് MX കിട്ടി. MX കിട്ടിയാൽ നമുക്ക് നേരെ MX കിട്ടിയ അവിടെ തന്നെ MOയിലോട്ട് പോവുക. നോർമൽ ഷോക്ക് ടേബിളിൽ പോയിട്ട് MX 2.31, ഗാമ 1.4 പോയിട്ട് MY ഫൈൻഡ് ഔട്ട് ചെയ്യുക. നോർമൽ ഷോക്ക് ടേബിളിൽ പോയി 2.31 നേരെയുള്ള MY ഫൈൻഡ് ഔട്ട് ചെയ്തു. 2.31 അപ്രോക്സിമേറ്റ്ലി നമ്മൾ 2.32 ആയിട്ട് എന്തെങ്കിലും എടുക്കാം. 0.532 ഓർ 534 അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഏതെങ്കിലും ഒന്ന് എടുത്താൽ ഒന്നിൽ 2.30 അല്ലെങ്കിൽ 2.325. അപ്പോൾ നമുക്ക് MY കിട്ടും. P0y/P0x കിട്ടും. P0x ആൾറെഡി നമുക്ക് സ്റ്റാഗ്നേഷൻ തന്നിട്ടുണ്ട് 5 ബാർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P0y കിട്ടും. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എയർ അറ്റ് എക്സിറ്റ്. ഇനി അടുത്തത് ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഫോമിൽ നമുക്ക് R/ln P0x/P0y അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രോപ്പി കിട്ടും. ഇപ്പോൾ എൻട്രോപ്പി ആയി. അടുത്ത ഐസെൻട്രോപിക് ടേബിളിലോട്ട് പോവുക. നമുക്ക് ഇപ്പം അതായത് ഏരിയ റേഷ്യോ നേരത്തെ ഉള്ള 2 എണ്ണമായിരുന്നു. ഇപ്പം 2 ഏരിയ റേഷ്യോ തന്നതുകൊണ്ട് നമുക്ക് ഈ ഫോമിലാണ് എക്സിറ്റിൽ നമ്മൾ എടുക്കാനുള്ളത്. ഈ ഫോമുല കാണാൻ പഠിക്കേണ്ടത്. 2 ഫോമുല കാണാൻ പഠിച്ചാൽ ഒന്ന് 2 ഏരിയ റേഷ്യോ തരണം, മറ്റേ 3 ഏരിയ റേഷ്യോ തരണം. അപ്പോൾ ഇത് A2/AY* A2/AX* A2/AY* തന്നെയാണ്. AX*/AX* ഇടുക ക്രോസ് ആയിട്ട്. AY/AX പഠിക്കാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. A2/AY* എങ്ങനെ കാണാൻ പഠിക്കാന്ന് വെച്ചാൽ A2/AY* ഇങ്ങനെ ക്രോസ് ആയിട്ട് എഴുതുക. AX*/AX 2 ഈക്വൽ ആണ്. അതേപോലെ AY/AX 2 ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കാനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് A2/AY* ഈ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ എക്സിറ്റിലുള്ള ടേബിൾസ് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഐസെൻട്രോപിക് ടേബിളിൽ പോയി നമുക്കിപ്പം MY കിട്ടി. അതായത് ഈ ടേബിളിൽ നിന്ന് നമുക്ക് MY കിട്ടി 0.533 നോർമൽ ഷോക്ക് ടേബിളിൽ നിന്ന്. 0.533 വെച്ചിട്ട് നമ്മൾ ഐസെൻട്രോപിക് ടേബിൾ പോയി AY/AY* വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. AY/AY* 1.287 കിട്ടും. AY/AY* 1.287 കിട്ടും. 1.287 അതിന് നേരെയുള്ള 0.533ക്ക് നേരെയുള്ള ഇതാണ്. 0.53 നേരെയുള്ള ഏരിയ റേഷ്യോ എടുത്തത് 1.303. അപ്പോൾ അതെടുത്ത് 1.287. അപ്പോൾ അത് കിട്ടും. അതിനുശേഷം A2/AY* വാല്യൂ, ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഫോമുല കാണാൻ പഠിച്ച് വെച്ചേക്കുക. 2 ഏരിയ വന്നാലും 3. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 ഏരിയ വന്നാണ്, ഇത് 3 ഏരിയ വന്നാണ്. A2/AY* A2/AX* AX* രണ്ടെണ്ണം ഇത് AY/AX. AYയും AX ഈക്വൽ ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതും നമുക്ക് ഈ റേഷ്യോ കിട്ടും. അതിൽ നമുക്ക് കിട്ടും 1.755. ഇതിന് നേരെയുള്ള ഐസെൻട്രോപിക് ടേബിളിൽ പോയിട്ട് M2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിനെന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? എക്സിറ്റ് മാക് നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മൾ A2/AY* കണ്ടുപിടിക്കുന്നത്. ദെൻ A2/AY* 1.755 അപ്രോക്സിമേറ്റ്ലി ഇത് കിട്ടും. ഗാമ 1.4 നേരെ ഏരിയ റേഷ്യോ വെച്ചിട്ട് M2 0.36 എന്ന് കിട്ടും. ഇതിൽ നോക്കിയാൽ ഇതാണ് 1.735 നേരെയുള്ള ഏരിയ എന്ന് വെച്ചാൽ മാക് നമ്പർ എന്ന് പറഞ്ഞാൽ 0.36 ആണ്. അപ്പോൾ 0.36 കിട്ടും. ഓക്കെ, സോ ഈ 0.36 കിട്ടിയാൽ പിന്നെ പ്രഷർ ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് ആ വാല്യൂയിൽ നിന്ന് തന്നെ T2/T0y P2/P0y കണ്ടുപിടിക്കുക. T0y P0y നമുക്ക് നോൺ വാല്യൂ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E2ഉം P2ഉം കിട്ടും. പിന്നെ എക്സിറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ C2 M2 A2 ആണ്. M2 AC2/A2 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് വെലോസിറ്റി, എക്സിറ്റ് വെലോസിറ്റി കിട്ടും. ഓക്കെ, മനസ്സിലായപ്പോൾ ഈ പ്രോബ്ലം?
പ്രണവിന് മനസ്സിലായോ? ഓ സാർ എവിടെ അത് ചെയ്ത് നോക്കാം, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സാർ ഇതൊന്ന് അയച്ചേക്കണേ. ഇത് അയച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇനിയിപ്പം 9th 10th ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 2 പ്രോബ്ലത്തോടെ നിർത്താം. നമുക്ക് 9th 10th നാളെ ഫസ്റ്റ് അവർ ഉണ്ടല്ലോ, അപ്പൊ എടുക്കാം. ഇപ്പൊ ഈ ഇത്രയും പ്രോബ്ലംസ് ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ എക്സിറ്റ് ആക്കിക്കോ, കുഴപ്പമില്ല.